ഹായ്. അപ്പം നമ്മുടെ ഇന്നലെ രാത്രി ജയിൽ ടാസ്ക് ഉണ്ടല്ലോ, ജയിൽ ടാസ്കിൽ വന്നല്ലോ നമ്മുടെ അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. പൊന്നു ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അനുമോൾ പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സത്യമായിട്ടായിട്ട്. എന്നെന്താ അറിയാമോ, ഒരു സ്ഥലത്ത് പോയി നമ്മുടെ അവളെ കുറ്റി ഒരു സ്ഥലത്തും പുറകെ പറയുന്നില്ല. പക്ഷെ ഇവളങ്ങനെയല്ല, ഓടി നിന്ന് അനുമോളെ പുറകെ വെച്ച് കുത്തണം. പുറകെ പറഞ്ഞാൽ അതിന് പറഞ്ഞാൽ ഇത് മാത്രം ചെയ്തേ ഒന്നുമില്ല, ഓടി നടന്നു എല്ലാവരോടും അനുമോളുടെ കുറ്റം മാത്രമേ ഉള്ളൂ. പറഞ്ഞ് തീർന്നുള്ള അവൾക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. തീർന്നുള്ള അങ്ങോട്ട് അനുമോളെ കുത്തി ഒരു സ്ഥലത്ത് പോലെ അനുമോൾ വിട്ടുകൂടുക, ഒരു സ്ഥലത്തും പറയാനുമുള്ള എടുക്കണമുള്ള. പക്ഷേ എന്തോ ഇങ്ങനെ സാധനമായിട്ടാ ഇവള്. അത് കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് വഴിക്കുണ്ടാക്കും മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ പണി സ്ഥലത്ത് ഇങ്ങോട്ട് എന്തോ ബിഗ് ബോസിൽ വരാൻ വലിയ താല്പര്യം ഉണ്ടായില്ല, ഒന്നുമില്ല. പുള്ളിക്കാരി കെട്ടിയോളാണ് പറഞ്ഞു കിട്ടാം, കെട്ടിയുള്ള സോപ്പ് ഇടുന്നതാണ്. ഇനി ഇവിടെ നിന്ന് പോകാനെടുത്ത് അവൾ അകത്ത് കയറ്റണ്ടേ, അതിനുള്ള സോപ്പാണ്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് പുള്ളിക്ക് ഭയങ്കര പേടിയാണ്. എന്തെങ്കിലാണ് എൻ്റെ കയ്യിലിരുന്ന് ഇവിടെ നിന്ന് കൈവിട്ട് പോയോ, ഇനിയിപ്പോൾ അവൾ കണ്ട എന്നെ എന്ത് വിചാരിക്കും, എന്ത് പറയണം അറിയാൻ പാടില്ലാത്ത കാരണം പുള്ളിക്ക് പേടി. കാരണം നമ്മുടെ ദർശനയോട് പറയാനേ, അവൾ അടുത്ത് പോയി ഇരുന്നിട്ട് പറയാനേ, ഞാൻ ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെട്ടില്ല, അവളാണ് എന്നെ കയറ്റി വിട്ട് പോക്കോന്ന്. എന്നിട്ട് പറഞ്ഞു അവിടെ ഞാൻ ആണായിട്ട് തന്നെ നിൽക്കുള്ളൂ, അവിടെ എന്ത് നടന്നാലും എനിക്കറിയാൻ പാടില്ല പറയും. എൻ്റെ പൊന്നോ അപ്പാടി തറത്ത് ഇവിടെ ഉള്ളവരും ഇങ്ങനെ വീട്ടിലുള്ളവരോടും ഇങ്ങനെ തന്നെയാണ്. സ്വന്തം നിനക്ക് വരാൻ താല്പര്യമില്ല, വരണ്ട. ആ അവസരം എന്തിനാണ് മറ്റുള്ളവർക്ക് കൊടുക്കാണ്ട് കളഞ്ഞ്? കെട്ടിയോൾ പറഞ്ഞു, കെട്ടിയോളല്ലല്ലോ ഇവിടെ കളിക്കാൻ പോണേ അപ്പം ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഷാനവാസിൻ്റെയും നമ്മുടെ കൂട്ടുകാരൻ അക്ബർ അത് ഒരുപാട് കൂട്ടുണ്ട്. അവളെ ഭയങ്കര രണ്ടുപേർക്കും ഭയങ്കര സങ്കടമായി, കറച്ചലായി, രണ്ടുപേരും ഇരുന്ന് കരയുണ്ട്. പക്ഷേ ആ കൂട്ട് ബിഗ് ബോസ് വീട്ടോട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കൂട്ടുണ്ടാവും. ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇനി ആർക്കും നല്ലോണം അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബിഗ് ബോസിലെ. ഇനി അവർ കൂടുതൽ അടി ഉണ്ടാവാൻ പോണേ ഇനിയാണെന്ന് തോന്നുന്നു. എന്നെ ഗെയിം കൊടുക്കും എല്ലാം വരും, അങ്ങനെ ഇങ്ങനെ അവർ വഴക്കുണ്ടാവും. ഇല്ലാണ്ട് ഈ അക്ബർ ആ ഗ്രൂപ്പോട്ട് ഇങ്ങോട്ട് വരണം, ഷാനവാസിൻ്റെ കൂടെ വരണം. ഇല്ല ഷാനവാസ് ഇവരുടെ ഗ്രൂപ്പിലേക്ക് ആവണം. എങ്ങനെ എന്തെങ്കിലും രണ്ടുണ്ടായാൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാലേ ഇവർ ചിലപ്പോൾ ഇവർ തമ്മിൽ അടി ഉണ്ടാവില്ല. പക്ഷേ ഇത് അക്ബർ ആ ഗ്രൂപ്പോട്ട് വരില്ല. ഷാനവാസ് ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കണം, എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം പോകുന്നുള്ളൂ. ഇല്ലാണ്ട് അങ്ങനെ ഒന്നും പോകണില്ല. ഷാനവാസിന് നന്നായിട്ട് കളിക്കേണ്ടത് ഈ അക്ബറാണ് ഗ്രൂപ്പ് ചേർന്ന് കളിക്കണേ. അപ്പോൾ ഇങ്ങനെ പോകാൻ നേരത്ത് അക്ബർ അപ്പാടി സ്ഥലത്തിൻ്റെ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടി ഉണ്ടാവും. ഇവർ ബിഗ് ബോസിൻ്റെ അകത്ത് നിൽക്കുന്നവർ അടി ഉണ്ടാവും, അത് ഉറപ്പാണ്, ഒരു മാറ്റമല്ല. അപ്പം എന്തായാലും തീരും നമുക്ക് കാണാം. അപ്പോൾ എന്നാൽ അപ്പാടി സ്ഥലത്ത് കെട്ടിയോളോട് സോപ്പ് ഇടുന്നത് നിങ്ങൾ കണ്ടില്ല എല്ലാവരും. പിന്നെ അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് പുറകെ നടന്ന് കുത്തണം നിങ്ങൾ കണ്ടില്ലേ. പിന്നെ നമ്മുടെ വൈകാടിന് എൻട്രിക്ക് പിന്നെ പ്രമോ വന്നിട്ടുണ്ട്. അവർ പടിപ്പുറയ്ക്ക് പോണേ എന്താണെന്ന് അറിയില്ല, കയ്യാങ്കളിയൊന്നും ഉണ്ടാവില്ല. പുള്ളിക്കാരൻ തട്ടി മേടിക്കണേ കേട്ടോ. അത് നമുക്ക് തോന്നുന്നു അടിയായിട്ട് തോന്നുന്നു, നമുക്ക് തോന്നുന്നു അത് അടിയല്ല, അത് മേടിച്ചെടുക്കണേ. പുള്ളിക്കാരൻ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കണയാണ്. അതിങ്ങനെ നെഞ്ചത്തോട് മേത്തോട് വെച്ചിട്ടാണ് തട്ടി പറിക്കണം. വേറെ അടിയൊന്നും ഉണ്ടാവില്ല. അടി ഉണ്ടായ ബിഗ് ബോസ് ഇങ്ങനെ എല്ലാം കാണിക്കണം.